ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജന വന്നിറങ്ങുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര മോഡലായിട്ടൊക്കെ വന്നിറങ്ങുന്നത്. അപ്പം അഞ്ജനയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും അതിലേറെ സന്തോഷം തോന്നിക്കണം. വാ കയറി വാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും ബാക്കി എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി വരിക. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കണം, ആഹാ ഇപ്പം മൊത്തത്തിൽ അങ്ങോട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആയല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നാടോടുമ്പോൾ നടുവേ ഓടണമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നിറം മാറുന്നത് നല്ലതാണ് മുത്തശ്ശി. അപ്പം നീ ഓന്തിൻ്റെ സ്വഭാവം എടുത്തിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പാർട്ടിയിലും അങ്ങനെ തന്നെയാണല്ലോ. ചില നിറം മാറുന്ന കുറേ പാർട്ടികളൊക്കെ ഉണ്ടല്ലോ മുത്തശ്ശി. അപ്പോൾ നമ്മളതനുസരിച്ച് നിറം മാറിയില്ലെങ്കിൽ ചിലപ്പോൾ പലർക്കും പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും എന്നൊക്കെ ഈ മുത്തശ്ശി പറഞ്ഞതിന് തക്ക മറുപടികളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കൊച്ചുമോളെ കണ്ട് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ കണ്ണീര് ഒളിപ്പിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ചോദിക്കുമ്പോൾ എന്താ മുത്തശ്ശി എന്തിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഒന്നുമില്ല, ഞാനേ സാഗറിനെ കുറിച്ച് ആലോചിച്ച് പോയി. അവൻ ഇങ്ങനെയായിരുന്നു, അമ്മയെന്ന് വിളിച്ചിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കും. പിന്നെ കുറേ വിശേഷങ്ങളെല്ലാം വാതോരാതെ ഇങ്ങനെ പറയും. മോളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സാഗറിനെയാണ് എനിക്ക് ഓർമ്മ വന്നത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ സത്യനും വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ്. ഏതായാലും നിർത്ത് സെൻറ്റിയൊക്കെ നിർത്ത് എൻ്റെ മുത്തശ്ശി. എന്നെ ആനയിച്ച് കയറ്റുന്നില്ലേ? ആനയിക്കാനോ? ആനയിക്കാൻ താലപ്പൊലിയൊക്കെ എടുത്ത് ഇങ്ങനെ താലമൊക്കെ എടുത്തിട്ട് എന്നെ ആനയിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുകാരി വന്നിരിക്കുന്നു. അപ്പോൾ അമ്മായി ആണെങ്കിൽ നേരെ അങ്ങോട്ട് കയറി ചെന്നിട്ട് കുറച്ച് ആരതിയൊക്കെ എടുത്തുകൊണ്ട് വരിക. അപ്പോൾ ആരതിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ആരതിയെ കുഴിഞ്ഞ് നമ്മുടെ അഞ്ജനയെ നേരെ അകത്തേക്ക് കയറ്റുകയാണ്. അകത്തേറ്റ് കഴിഞ്ഞപ്പോഴും ദേവരുന്ന ഭവാനി മോളെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് രണ്ടുപേരും സ്നേഹപ്രകടനം നടത്തുകയാണ്. രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയും ചെയ്യാണ്. ഞാൻ എപ്പോഴേക്കും മോളെ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ യാത്രയൊക്കെ എന്ന് ചോദിച്ചപ്പോഴേക്കും അടിപൊളിയായിരുന്നു, ഇവിടെ എത്താൻ വേണ്ടി ഞാൻ വിതുമ്പിങ്ങ് നിൽക്കുകയായിരുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയാണ്, അതേ അഞ്ജന ഇനിയേ അഞ്ജന ഇവിടെ കെട്ടിപ്പൂട്ടി ഇടാനാണ് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേട്ട അഞ്ജനയാണെങ്കിൽ അമ്മയൊന്ന് നോക്കുക. എന്താ മുത്തശ്ശി കെട്ടിപ്പൂട്ടി ഇടാനോ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ കല്യാണം നടത്താനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു. ഇത് കേട്ട അഞ്ജന ഞെട്ടിപ്പോവാ. അപ്പം അഞ്ജന വീണ്ടും അമ്മയെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എന്തമ്മ ഇത് എന്തൊക്കെയാ പറയുന്നത്? അതൊക്കെ ഉണ്ട് മോളെ എന്ന് കണ്ണിറുക്കി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. കല്യാണോ? എന്താ കല്യാണം മുത്തശ്ശി? എനിക്ക് എടി പിടിയുന്ന കല്യാണോ? അതൊക്കെ എന്തിനാ മുത്തശ്ശി? വേണം. അങ്ങനെ എടി പിടിയൊന്നും അല്ല, വയസ്സെത്രയെന്നാ വിചാരം. അതുകൊണ്ട് അഞ്ജനയുടെയും അജയുടെയും കല്യാണം നടത്താനാണ് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേട്ട അഞ്ജന ആകെ ടെൻഷനായി വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ശരി ഇനി സംസാരമൊക്കെ പിന്നെ ആവാം, ചെല്ല് റൂമിലേക്ക് ചെല്ല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഞ്ജനയും അമ്മയും പറഞ്ഞു വിടുകയാണ്. അപ്പോൾ മുത്തശ്ശിയും ബാക്കിയുള്ള ആൾക്കാരൊക്കെ തീരുമാനങ്ങൾ എടുക്കാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ ഭവാനി വന്നിട്ട് ഈ മുത്തശ്ശിയോട് പറയണോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ എന്താ അധികാരമുള്ളത്? ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഒന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് ബിസിനസ് ഇല്ല, വലിയ എസ്റ്റേറ്റുകളില്ല, ഒന്നുമില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു മെഡിക്കൽ സ്റ്റോറായിരുന്നു, അതും കെട്ടിപ്പോയി. ഇപ്പോൾ എൻ്റെ മോള് സമ്പാദിച്ചാൽ മാത്രമല്ലേ ഞങ്ങൾക്ക് കഴിയാനായിട്ട് പറ്റുള്ളൂ. ദേ ഭവാനി, ഇനി പഴയ കാര്യങ്ങളൊന്നും എടുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാത്തിനും പരിഹാരമായിട്ടല്ലേ അഞ്ജനയുടെ കല്യാണം നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ മോളെയും കൊണ്ട് പോകാൻ നോക്കെന്ന് പറഞ്ഞുകൊണ്ട് മോളെയും കൊണ്ട് പോവുക. അപ്പോൾ ഈ അഞ്ജനയാണെങ്കിൽ ഈ അമ്മയോട് ചോദിക്കണേ, അമ്മ എന്തമ്മ ഇത് എൻ്റെ കല്യാണം നടത്താനായിട്ട് പോകുന്നു? എനിക്കിതൊന്നും താല്പര്യമില്ലാത്ത കാര്യമാണ്, എനിക്ക് സാധിക്കുകയില്ല. അതും ഈ എടിപിടിയിൽ നിന്ന് കല്യാണം ചിന്തിച്ചിട്ട് പോലില്ല. അതെന്താ നീ അങ്ങനെ ചിന്തിക്കാത്തത്? എന്താ അജയ് അത്ര മോശമാണോ എന്ന് ചോദിച്ചപ്പോഴേക്ക് അവൻ ഹാൻഡ്സമാണ്, സ്മാർട്ടാണ്. പക്ഷെ അതൊന്നുമല്ല എൻ്റെ മൈൻഡിൽ അങ്ങനെ കല്യാണമൊന്നുമില്ല. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കറിയാലോ എൻ്റെ സ്വഭാവം എന്താണെന്ന്. ഒരുപാട് പേര് എൻ്റെ പിന്നാലെ നടന്നു, റിക്വസ്റ്റുകൾ നടത്തി കല്യാണം കഴിക്കണമെന്നുള്ള കാര്യമായിട്ട് വന്നു. പക്ഷേ അവരെയൊക്കെ ഞാൻ അങ്ങോട്ട് വട്ടം തിരിച്ച് പപ്പടമൊക്കെ പറഞ്ഞു വിടുകയാണ് പരിപാടി. അവന്മാരെയൊക്കെ ഒരുപാട് നാളുകൾ എൻ്റെ പിന്നാലെ നടത്തി ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എനിക്കിഷ്ടം. അല്ലാതെ വന്നതും പോയതും ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ശരിയാവാത്ത കാര്യമാണ് എൻ്റെ അമ്മ എന്നൊക്കെ പറയണം. നിനക്കൊരു കാര്യം അറിയോ? നിൻ്റെ അച്ഛന് വേണ്ടി തന്നെയാണ് ഈ കല്യാണം നടത്തണമെന്ന് തീരുമാനിച്ചത്. ഇത് ആരുടെ വീടാ? അച്ഛൻ്റെ വീട്. അല്ലാതെ പിന്നെ ആരുടെ വീടാണ് അമ്മേ? അച്ഛൻ്റെ വീടൊക്കെ തന്നെ, അതൊക്കെ ഓക്കേതാണ്. പക്ഷേ നമുക്കിവിടെ യാതൊരു അധികാരവും ഇല്ല. ഇവിടുത്തെ സ്വത്തുക്കളൊന്നും നമുക്ക് സ്വന്തമല്ല. അച്ഛൻ പോയതോടെ
ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതുകൊണ്ടാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് അജയുമായിട്ടുള്ള കല്യാണം നടത്തണമെന്ന്. അമ്മ, പക്ഷേ ഈ സ്വത്ത് കിട്ടാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യത്തോട് നിങ്ങൾ യോജിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ശരിയാവും. ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് അനുസരിച്ചാൽ മാത്രം മതി അഞ്ജന. അച്ഛൻ്റെ മരണം എങ്ങനെയാണെന്ന് വിചാരം? അച്ഛൻ ആത്മഹത്യ ചെയ്തല്ലേ? അല്ല, ആത്മഹത്യ ചെയ്തല്ല. അങ്ങനെയാണല്ലോ മുത്തശ്ശിയൊക്കെ പറയുന്നത്. അവരൊക്കെ അങ്ങനെ പറയും, അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി. പക്ഷേ അച്ഛൻ്റെ മരണം ഒരു കൊലപാതകമായിരുന്നു എന്ന് പറയണം. കൊലപാതകമോ? എന്തൊക്കെയാ അമ്മ പറയുന്നത്? എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. എല്ലാത്തിനും കാരണം അയാളാ, നിൻ്റെ വലിയച്ഛൻ എന്ന് പറഞ്ഞ അയാൾ. പറഞ്ഞപ്പോഴേക്കും വലിയച്ഛനോ? അമ്മ, എന്താ അമ്മ ഈ പറയുന്നത്? അപ്പോൾ എല്ലാവർക്കും ഇതിൽ പങ്കുണ്ടെന്നാണോ? അതെ, എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് മോളെ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വാശി തീർക്കണ്ടേ? അതിനു വേണ്ടി ഈ സ്വത്തുക്കൾ മുഴുവൻ നമ്മുടെ കയ്യിലേക്ക് കിട്ടണ്ടേ? അപ്പം അതുകൊണ്ട് നീ അജയ് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ഇതൊന്നും നമുക്ക് കിട്ടില്ല. നമ്മളെല്ലാവരും കൂടി അടിച്ചു പുറത്താക്കും. ഇനിയൊരു പിടിവള്ളി എന്ന് പറയുന്നത് അത് നീ മാത്രമാണ് മോളെ. നീ അജയെ കല്യാണം കഴിച്ച് ഇവിടുത്തെ സർവ്വ അധികാരങ്ങളും നമുക്ക് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? എന്നെ അനുസരിക്കാൻ പറ്റുമെങ്കിൽ നീ അനുസരിക്കുക. എനിക്ക് വാക്ക് തരണം, അല്ലെങ്കിൽ പിന്നെ നീ അമ്മയെ കാണൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഞ്ജന ഒരു നിമിഷം ഒന്ന് ആലോചിക്കാം. അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ കയ്യിലേക്ക് വാക്ക് കൊടുക്കുകയാണ്. ശരി അമ്മേ, ഇപ്പം അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. അജയെ കല്യാണം കഴിക്കണം. നമ്മുടെ മനസ്സിലെ ലക്ഷ്യങ്ങൾ നമുക്ക് പൂർത്തിയാക്കി എടുക്കണം അല്ലേ? അച്ഛനോട് ചെയ്ത ക്രൂരതകൾക്കെല്ലാം ഇവർക്ക് തിരിച്ചടി കൊടുക്കണം. ഇതല്ലേ വേണ്ടത്? അതിന് ഞാൻ ഡബിൾ ഓക്കെയാണ് അമ്മേ എന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭവാനിക്കും വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭൂമിയാണ്. അപ്പം ഭൂമി ഒരു ബാങ്കിലേക്ക് ചെന്ന് ലോണിൻ്റെ കാര്യം ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലോൺ കിട്ടാനായിട്ട് ഇങ്ങനെ റൂൾസൊക്കെ ഉണ്ട്, അത്ര പെട്ടെന്നൊന്നും ലോൺ കിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. സാർ, എൻ്റെ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷൻ പെട്ടെന്ന് നടത്തണം, അല്ലെങ്കിൽ അച്ഛൻ്റെ ജീവൻ അപകടത്തിലാണ് സാറേ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിക്വസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഇത് കേൾക്കണം സാർ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബാങ്കിൽ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അച്ഛന് അസുഖമാണ്, ഓപ്പറേഷൻ ഉണ്ടെന്നൊക്കെ ബാങ്കുകാരോട് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല ഭൂമി. എൻ്റെ ഇതിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വന്നാൽ എനിക്ക് പിടിയുന്ന ഇങ്ങനെ ഒരു ലോണൊന്നും തയ്യാറാക്കി തരാൻ പറ്റില്ല. ശരി സാറേ, എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പൈസ കിട്ടാൻ വേണ്ടി ഓപ്പറേഷൻ വൈകിപ്പിക്കാൻ പറ്റില്ലല്ലോ സാറേ. ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. ഭൂമി അവിടെ നിന്നേ. ഇപ്പോൾ ഇവിടെ നിന്ന് ഉപേക്ഷിച്ച് വേറെ ഏത് ബാങ്കിൽ പോയാലും ഇതൊക്കെ പോലെ തന്നെ പറയുള്ളൂ. അവർ കൂടുതൽ റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നമ്മളതിനെല്ലാം തലകുലുക്കി ചോദിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാം. കഴിഞ്ഞപ്പോഴേക്കും ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഭൂമി പോവുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അച്ഛനെയാണ്. അപ്പം അച്ഛനാണെങ്കിൽ ഈ ഭവാനി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മുഴുവൻ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും പേടിയാവുന്നുണ്ട്. കാരണം മകളെ ഇനി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കൊല്ലുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം ആ ഒരു പേടിയിൽ നിൽക്കുകയാണ് ഇവിടെ ഈ അച്ഛൻ. അപ്പോഴേക്കും മോള് വരികയാണ്. അപ്പം ഭൂമി വന്നിട്ട് ചോദിക്കണം, എന്താ അച്ഛാ, എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഒന്നുമില്ല മോളെ. അപ്പോൾ ഭൂമി മനസ്സിൽ നിൽക്കണം, അച്ഛനിങ്ങനെ ചുമ്മാ ആലോചിക്കാനായിട്ട് വിടാൻ പാടില്ല. മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖം കൂടുതൽ മൂർച്ഛിക്കും. അതുകൊണ്ട് തന്നെ അച്ഛൻ റിലാക്സ് ആക്കണം. അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അച്ഛാ. അച്ഛൻ ആ കഥ പറഞ്ഞിട്ടുണ്ട്. ഏത് കഥ? ആ നാടകക്കഥയെ അച്ഛനും അമ്മയും കണ്ടുമുട്ടിയ ആ നാടകക്കഥ. ഇത് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭൂമിയെ. എന്നിട്ട് വീണ്ടും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണോ? അത് പിന്നെ അച്ഛൻ അത് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. അച്ഛനും അമ്മയും പ്രണയിച്ച ആ ഒരു കാലഘട്ടം അത് കേൾക്കാനേ നല്ല രസമാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പ്രണയം കേൾക്കാനായിട്ട് പറ അച്ഛാ. അങ്ങനെ വീണ്ടും ഈ അച്ഛൻ പറഞ്ഞു തുടങ്ങുകയാണ് ആ ഒരു കഥ. അങ്ങനെ പറഞ്ഞ് അവിടെ നാടകം നടക്കാനായിട്ട് തുടങ്ങി. ആ സമയത്ത് ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കഥയായിരുന്നു. ആ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ജീവിക്കുമ്പോൾ ഭർത്താവിന് അസുഖം പിടിപെട്ടു. കുറേയൊക്കെ നോക്കിയ ഭാര്യ അതിനുശേഷം ഇനി നിങ്ങൾ എനിക്ക് വേണ്ട എന്ന് പറയുന്ന രംഗം കാണിക്കുന്നത്. അതൊക്കെ നിൻ്റെ അമ്മ നല്ല കിടിലനായിട്ട് അഭിനയിച്ചു. അങ്ങനെ ആ ഒരു കഥ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭൂമിയുടെ കണ്ണ് നിറയുക. കാരണം ആ ഭർത്താവിനും വലിയൊരു അസുഖമായിരുന്നു. അപ്പോൾ ആ ഒരു തൻ്റെ അച്ഛനെ കണക്ക് കൂട്ടിയാണ് ഭൂമി ആ ഒരു കഥ കാണുന്നത്. ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭൂമിക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. അപ്പോൾ പിന്നീട് ഈ അച്ഛൻ പറയണം, മോളെ ഞാനൊരു കാര്യം പറയട്ടെ മോളെ. എന്താ അച്ഛാ?
നമുക്കേ നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയാലോ? എന്താ വെച്ചാൽ പെട്ടെന്ന് തോന്നാനുള്ള കാരണം അല്ല, നമുക്ക് അവിടെ പോയി ജീവിക്കാം മോളെ. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു തീക്കനൽ എരിയുന്ന പോലെ, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നൽ. അതുകൊണ്ടാണ് പറയുന്നത്, അച്ഛാ അങ്ങനെയൊന്നും പറയരുത് അച്ഛാ, അച്ഛനൊന്നും സംഭവിക്കില്ല. ഈ മോൾ അച്ഛൻ്റെ കൂടെ തന്നെ ഇല്ലേ, എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട്. പിന്നെ എന്തിനാ അച്ഛൻ ടെൻഷൻ അടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് അച്ഛനും മോളും തമ്മിലുള്ള ആ ഒരു സ്നേഹരംഗങ്ങൾ അവിടെ കാണിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഈ അഞ്ജനയാണ്. അപ്പം അഞ്ജന ഈ മുറ്റത്തിറങ്ങിയിരുന്ന് ഈ കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കോള് വരുന്നത്. അത് ഈ അഞ്ജനയുടെ കാമുകനായിരുന്നു. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല, ഞാൻ ചുമ്മാ ഒരു ടൈം പാസ് ആയിരുന്നു, നിന്നോട് സീരിയസ് ആകാനായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. ഇല്ലല്ലോ, ഈ കല്യാണ കാര്യത്തെക്കുറിച്ചൊന്നും നീ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഉടക്കിയുടെ ഫോൺ വെക്കുക. അപ്പോഴാണ് അത് അജയ് ബൈക്കിൽ വന്നിറങ്ങുന്നത്. അപ്പം അജയ് അഞ്ജനയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കാ അഞ്ജന എന്നും പറഞ്ഞുകൊണ്ട് ഇതെപ്പോൾ വന്നു, കാലത്ത് ലാൻഡ് ചെയ്തു എന്നിങ്ങനെ പറയാം. പിന്നെ ഇവിടെ നടക്കുന്നത് മുഴുവനും നമ്മളെക്കുറിച്ചുള്ള സംസാര രീതികളാണ് കേട്ടോ. എന്ത് സംസാരം? അല്ലെന്നേ, എൻ്റെയും നിൻ്റെയും കല്യാണക്കാര്യത്തെക്കുറിച്ചാടാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇല്ല, എനിക്ക് നിന്നെ ആ ഒരു രീതിയിൽ കാണാനായിട്ട് പറ്റില്ല. എങ്കിൽ പിന്നെ ഇപ്പം കണ്ടോന്നേ, എന്താ കാണാത്തതിന് ഇപ്പോൾ കുഴപ്പം? ഏതായാലും മുത്തശ്ശി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, എൻ്റെയും നിൻ്റെയും കല്യാണം നടത്തുമെന്നുള്ളൊരു തീരുമാനം. അതിൽ തന്നെ ഉറച്ചിരിക്കുകയാണ് ഞാനും. ഐ ലവ് യു. എനിക്ക് നിന്നോട് പ്രണയം മാത്രമേ ഉള്ളൂ, എനിക്ക് നിന്നെ കെട്ടാനായിട്ട് യാതൊരു കുഴപ്പമില്ല, എപ്പോഴും തയ്യാറെടുത്തിരിക്കുകയാണ് ഞാൻ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ പിന്നീട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് അജയ് ഭയങ്കര അരിശത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറി പോവാണ്. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ അഞ്ജന മനസ്സിൽ ചിന്തിക്കുകയാണ്, എടാ അജയ്, നിന്നെയും കൊണ്ടേ ഞാൻ പോകുള്ളൂ, നിന്നെ എൻ്റെ വലക്കുള്ളിൽ ഞാൻ വിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ അഞ്ജന. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.